എല്ലാവർക്കും വില്ലേജ് ചൂസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് ആണ്. ഫസ്റ്റ് നമുക്ക് കസ്റ്റാർഡ് മിൽക്ക് ഉണ്ടാക്കാം. പാൽ ഒഴിച്ചിട്ട് തണുപ്പിക്കണം. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇതിൽ ഈ മിൽക്കിൽ ഇടണം. പാല് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ റെഡിയാക്കാം. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കട്ടയില്ലാതെ മിൽക്കില് മിക്സ് ചെയ്യാം. നമ്മൾ ഇനി ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് പാൽ ഒഴിക്കാം. Thank you. മിക്സ് ആക്കിയ കസ്റ്റാർഡ് പൗഡർ ഇച്ചിരി നമുക്ക് പാലിലിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് പാൽ ഇളക്കണം. ഇനി നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി നമുക്കൊരു ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് നമുക്ക് ആഡ് ചെയ്യാം. രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഈ തിളച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ട് ചൂടാവാനായിട്ട് മാറ്റി വെക്കാം. എല്ലാ ഫ്രൂട്ട്സും കുഞ്ഞായിട്ട് അരിഞ്ഞ ഫ്രൂട്ട് നമുക്ക് പേര് പറയാം. ഇത് പ്ലം, ഇത് ആപ്പിൾ, ഇത് ബനാന, ഇത് ബ്ലൂബെറി, ഇത് സ്ട്രോബെറി. എന്തൊക്കെ ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിലുണ്ടോ അതൊക്കെ നമുക്ക് ഇടാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഫ്രൂട്ട്സും കസ്റ്റേർഡും എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം കൂടി ഈ പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം. നമ്മളുടെ ഫ്രൂട്ട് സലാഡും കസ്റ്റേർഡും നന്നായിട്ട് മിക്സ് ആക്കി. ഇനി നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട്, ബദാം, കുറച്ച് ഉണക്കമുന്തിരിങ്ങ അതിലിട്ട് കൊടുക്കാം. ഇനി നമ്മളുടെ ഫ്രൂട്ട് സലാഡ് റെഡിയായി. നമുക്ക് ഈ പാത്രത്തിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അമ്മമ്മ ഇതിലേക്ക് ഒരു വാനില ഐസ്ക്രീം ഇടാം.
ഗായ്സ്, നമ്മളുടെ യമ്മി യമ്മി ഫ്രൂട്ട് സലാഡ് റെഡി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രൂട്ട് സലാഡ്. നിങ്ങളെല്ലാവരും കൊണ്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മുടെ വില്ലേജ് ചൂസ് വേൾഡ് കമന്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.